അതിലനൂറ തലതിരിഞ്ഞല്ലോ, നാണം കെട്ടല്ലോ, അനുമോളുടെ സന്തോഷം പോയല്ലോ. കൂട്ടത്തിൽ എൻ്റെ ഒരു ലൈനും കൂടെ, അക്ബറിന് ഭ്രാന്തായല്ലോ. എന്താണ് അക്ബർ കാക്കാന്റെ പ്രശ്നം? മുഴുത്ത വട്ടായെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ ഇച്ചിരി പ്രിയങ്കരനായ സൈക്കോ ബോയ്. അപ്പോ അക്ബർ കാക്കാനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. മോന്റെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നത്. അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ കണ്ട അല്ലെങ്കിൽ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. നെവിനെ നല്ല രീതിയിൽ കുത്തിത്തിരുക്കി ഇറക്കാനായിട്ടുള്ള ഒരു കളി അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ആര്യൻ, അപ്പാനി, അക്ബർ, രണ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ ബിന്നി ഉണ്ട് കേട്ടോ. ബിന്നി സൈഡിൽ ഇരിപ്പുണ്ട്. പക്ഷെ ജിസൈലിനെ കണ്ടില്ല. ജിസൈൽ വേറെ എവിടെയോ കറങ്ങി നടക്കുന്ന സമയത്ത് അല്ലല്ല മറ്റേ കൺഫെഷൻ റൂമില്ല, ബിഗ് ബോസിന്റെ. ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ ജിസൈലിന്റെ ഒരു കസിൻ പോയി. അപ്പം അതിന്റെ പേരിൽ ബിഗ് ബോസ് അകത്ത് വിളിച്ച്, ബിഗ് ബോസ് എന്ന് നമ്മുടെ ജിസൈലിന്റെ ഒരു എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, ജിസൈലിന്റെ ഒരു കസിൻ പോയി. അപ്പൊ അതുകൊണ്ട് കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പുറത്ത് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നെവിൻ കട്ടിലിൽ കിടക്കുന്നു, നെവിന്റെ കൂട്ടത്തിൽ ആര്യൻ കിടക്കുന്നു, അക്ബർ കിടക്കുന്നു, ബിന്നി ഇരിക്കുന്നു, അപ്പാനി ഇരിക്കുന്നു, എന്നിട്ട് കുത്തിത്തിരിപ്പ. അപ്പം പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഒന്നെങ്കിലും നെവിന് പുറത്തിറങ്ങിയപ്പോൾ കളി മനസ്സിലായിട്ടുണ്ട്, ഇല്ലെങ്കിൽ നെവിൻ അകത്തോട്ട് കയറിയപ്പം നെവിന് തന്നെ ഇച്ചിരി ബോധം വെച്ചു, കളിക്കുമ്പോൾ നോക്കിയും കണ്ടും കളിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടുമെന്ന്. കാരണം ട്രിഗർ ആയപ്പോഴത്തേക്ക് ചാടി ഇറങ്ങി പോയതാ. അപ്പൊ ആരാണോ ട്രിഗർ ചെയ്തത് അവരെ തിരിച്ചിനിയും തോണ്ടണ്ട എന്നുള്ളൊരു മൂഡിലാണ് നെവിൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നെവിൻ പറയുന്നുണ്ട്, ഞാൻ ഗെയിം മാറ്റി, എനിക്ക് അനുമോളോടും പ്രത്യേകിച്ച് ദേഷ്യമില്ല, അതിലോടും ദേഷ്യമില്ല, നൂറോടും ദേഷ്യമില്ല, നൂറയോടും ദേഷ്യമില്ല എന്നൊക്കെ അവിടെ കിടന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ബാക്കിയുള്ളവർക്ക് പിടിക്കുന്നില്ല, പ്രത്യേകിച്ച് അക്ബർ കാക്കായ്ക്ക്. അക്ബർ കാക്ക എന്നിട്ട് പറയുന്നുണ്ട്, നീ വല്ലോന്റെ താങ്ങി അങ്ങോട്ട് നടക്കാതെ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കണോടാ മോനെ എന്നൊക്കെ അവിടെ കിടന്നുകൊണ്ട് നെവിനോട് പറയുന്നുണ്ട്. ഉടനെ നെവിൻ പറയുന്നുണ്ട്, ശരിയാ ചേട്ടാ, എനിക്കിത് ചേട്ടനോട് പറയണമെന്ന് കുറച്ചായിട്ട് തോന്നുന്നുണ്ട്. ഈ താങ്ങി നടന്നുണ്ടാക്കുന്ന പരിപാടി വേണ്ട ചേട്ടാ, സ്വന്തമായിട്ട് വല്ലതും ഉണ്ടാക്കി ചേട്ടാ എന്നൊക്കെ നെവിനും പറയുന്നുണ്ട്. ആ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ട്. അവിടെ ഒരു പൊട്ടിക്കഴിഞ്ഞാൽ കാണാൻ ഒരു രസം ഉണ്ടായിരിക്കും. നെവിന് അടിച്ചു കൊടുക്കും അക്ബറിനിട്ട്. അതൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇതവിടെ നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് എല്ലാവരും എണീറ്റ് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ആദില നൂറയെ പറ്റി, അല്ലെങ്കിൽ രേണു എന്നല്ല, ആദില, നൂറ, അനുമോള്, ഇവരെ പറ്റിയിട്ടൊരു പാട്ട് അക്ബർ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ്. ജിസയിലല്ല, അനീഷോ ആരൊക്കെ ഉണ്ട്, ഒണിയിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഒണിയിൽ പറയുന്നുണ്ട്, നീ ഓരോ ദിവസവും നീ ഓരോന്ന് ഒപ്പിക്കുന്നുണ്ടല്ലോടാ എന്നുള്ളൊരു സാധനമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു പാട്ട് ഇതേപോലെ ഉണ്ടാക്കുകയാണ് നമ്മുടെ അക്ബർ കാക്ക. അക്ബർ കാക്കാന്റെ പരിപാടി അതാണല്ലോ, ഓക്കെ ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചേ, അക്ബർ കാക്ക ഈ പാട്ട് പാടുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരെ പറ്റി, ഈ നമ്മുടെ ആദില, നോറ, അനുവിനെ പറ്റി പാടുമ്പോൾ അവരാ പരിസരത്തുണ്ടാവണം. അപ്പൊ അവര് കേൾക്കുമ്പോഴാണല്ലോ ഇതൊരു ഗെയിമായി മാറുന്നത്, ഇത് മറ്റേ ട്രിഗർ ചെയ്യുന്ന ഒരു പരിപാടിയിലോട്ട് പോകുന്നത്. പക്ഷെ അവരാരും ആ പരിസരത്ത് പോലും ഇല്ല. ഇവൻ ആൾക്കാർ അവിടെ ഇല്ലെങ്കിൽ പോലും ഇവൻ തന്നെ ഇങ്ങനെ ഓരോ പാട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും അനുമോളെ പറ്റിയിട്ടൊക്കെ. ഇവന്റെ പ്രശ്നം എന്താ ഇവന്റെ? അല്ല, ഒരു ഗെയിം നിങ്ങൾ ആലോചിക്കുക. ഒരു ഗെയിം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഒരാളുണ്ടെങ്കിൽ, ഇപ്പൊ ഈ പേന ഇവിടെ ഇങ്ങനെ ഞാൻ വെച്ചോണ്ടിരിക്കും. ഈ പേന കണ്ടല്ലോ, ഈ പേന ഇവിടെ നിൽക്കുമ്പോൾ ഈ പേനനെ പറ്റി ഞാൻ ഇങ്ങനെ കുറ്റം പറയുമ്പോഴത്തേക്ക് ഈ പേനയ്ക്ക് ദേഷ്യം കയറി. ഒരു മനുഷ്യജീവിയാണെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി കേട്ടോ, എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ഇനി വേറെ അടുത്ത ചോദ്യം കൊണ്ട് വരല്ലേ. അപ്പം ഇത് നമ്മളെ തിരിച്ചു പറയും. അപ്പൊ ഒരു കണ്ടന്റ് ഉണ്ടാവും. ഇത് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാര്യം? എന്താ അവിടെ കണ്ടന്റ് ഉണ്ടാവുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അകത്ത് നല്ല ദേഷ്യമുണ്ട് നമ്മുടെ അക്ബർ കാക്കായ്ക്ക്. അതുകൊണ്ടാണ് പല വൃത്തികേടുകളും കഴിഞ്ഞ ദിവസം അനുവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നീ കണ്ടവന്റെ പുറകെ പോകുന്നതല്ലേടി, മറ്റവളെ മറിച്ചവളെ. അനു മോശമൊന്നുമല്ല, അനു നല്ല കനത്തിൽ കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അക്ബർ കാക്ക ഇവളുടെ പുറകെ പോയി ചൊറിയുമ്പോഴാണ് അനു തിരിച്ചു കൊടുക്കുന്നത്. പിടികിട്ടിയില്ല. ഞാൻ അങ്ങനെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവരുടെ ഈ പെണ്ണുങ്ങളുടെ 2-3 പേര് ഇരിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കുശുമ്പും കുന്നായ്മ അങ്ങനെ കേട്ടിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ അക്ബർ കാക്ക അങ്ങനല്ല. അക്ബർ കാക്ക ഒനിയിലും ബാക്കിയുള്ളവർ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ടും അനുവിനെയും ആദിലയും പറ്റിയും പാട്ടുണ്ടാക്കുക. എന്നാൽ ഉണ്ടാക്കുമ്പോൾ അവരത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഗെയിമായി, അടുത്ത പൊട്ടും അവിടെ. ഇതൊന്നും ഇല്ല. ഇവൻ ചുമ്മാ ഇരുന്ന് മറ്റേ വൈരാഗ്യം ഇട്ട് മൂപ്പിച്ച് എന്തോ ആ ഒരു ഗെയിം സ്ട്രാറ്റജി അക്ബറിന്റെ ആ ഒരു ഗെയിമിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഞാൻ പറഞ്ഞല്ലോ, അനുവോ അല്ലെങ്കിൽ ആദിലയോ നൂറയോ ഇല്ലെങ്കിൽ അവരുടെ ശൈത്യം ഉണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല, ശൈത്യം അവിടെ എവിടെയും ചവിട്ടും. പക്ഷെ ഇവരാരെങ്കിലും ഉള്ളപ്പോൾ ഈ ഒരു സാധനം പാടിയായിരുന്നെങ്കിൽ അടുത്തൊരു ഗെയിം അവിടെ നമുക്ക് കാണാമായിരുന്നു. പക്ഷെ അത് നടന്നില്ല.
ഇവൻ ആരും കാണാതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് വേറെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഒരു കോണ്ടന്റ് അനുവായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിലോട്ട് ചാടിക്കേറി നീ മറ്റവളല്ലേടി, നീ മറിച്ചവളല്ലേടി, നീ അവന്റെ പുറകെ പോകുന്നവനല്ലേടി. എന്ത് കാര്യമാണ് അക്ബറിനെ കൊണ്ട് ആ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൾഗർ കണ്ടന്റ്, അതും ഒരു തീരെ താഴെ തട്ടിൽ പോകുന്ന കണ്ടന്റുകൾ ഇതുപോലുള്ള തൊലിഞ്ച പാട്ടുകൾ വഴി അക്ബർ പുറത്തേക്ക് വിടുന്നുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അക്ബറിൽ നിന്ന് ഞാനിപ്പോൾ ഒന്നും കാണുന്നില്ല. പിന്നെ അപ്പാനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി നോക്കിയും കണ്ടുമൊക്കെ അപ്പാനി നിന്ന് കാല് വെക്കുന്നത്. പക്ഷെ അക്ബർ, ആര്യൻ എന്താണെന്ന് ആർക്കും ഒരു പിടുത്തവും ഇല്ല. കയ്യിൽ നിന്ന് പോയൊരു ചെറുക്കൻ. എനിക്ക് അങ്ങനെയാണ് ഇപ്പൊ ആര്യനെ കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ റെന ഫാത്തിമ പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ, എപ്പോഴും പറയുന്നത് തന്നെ എനിക്ക് പറയാനുള്ളൂ. എന്തോ ഒരു ഐറ്റം. ജിസൈലിന്റെ മറ്റേ മടിക്കുത്തിന്റെ അടി കയറിയിരിക്കുക, ഇല്ലെങ്കിൽ മറ്റേ അക്ബറിന്റെ അപ്പാനിയുടെ ഒക്കെ നടുക്ക് വന്നിങ്ങനെ ഇരിക്കുക. എന്നിട്ട് അനിമോള് അങ്ങനെയാ, അനിമോൾ ഇങ്ങനെയാ. ഒനിയിൽ കുറച്ച് നാൾ മുമ്പ് വരെ ഒനിയിലായിരുന്നു, ഇപ്പൊ ഒനിയിലിനെ വിട്ട് ഇപ്പൊ അനിമോളാണ്. ഇനി എന്ന് അടുത്ത ആൾ വരും റെനയുടെ ഫ്രണ്ടിലെന്ന് നമുക്ക് കണ്ടറിയാം. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇത് ഒരു രസവും ഇല്ലടേ. ഇത് ചുമ്മാ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സാധനമായിട്ട് മാറുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ നെവിൻ കയറി വന്ന, ഞാൻ പറയുമല്ലോ, നെവിൻ സംതിങ് എന്തോ ഒരു സാധനം, ചിലപ്പോൾ വേറൊരു ഗെയിം ചിലപ്പോൾ നെവിൻ ഇനിയും ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് തരുമായിരിക്കും. അങ്ങനെ തന്നാൽ കുറച്ചുകൂടെ രസമായിരിക്കും. കൂടാതെ ഞാൻ വേറൊരു കാര്യം പറയാം, നമ്മുടെ വൈൽഡ് കാർഡ് വരാനുള്ള സാധ്യതയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അവിടെ എവിടെയൊക്കെ ആയിട്ട് സംഭവിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞതല്ലേ നെവിൻ പോത്തൊന്നുമില്ല, ഇന്ന് തിരിച്ചു വരുമെന്ന്. വന്നല്ലോ. വൈൽഡ് കാർഡും അധികം വൈകാതെ വരും. എന്നാലേ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറെന്റ് ഗെയിം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ അനുമോളുടെ പുറകെ പോകുന്ന അക്ബറിനെ അപ്പാനിയെയും പിന്നെ മേളിൽ ഇരുന്ന് മറ്റേ ഓർഡർ കൊടുക്കുന്ന ജിസേലിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ലൂത്തിൽ മറ്റേ അനുമോളെ അന്നൂറ ജിസയിലൂട്ടി എന്നും പറഞ്ഞ് മറ്റേ നമ്മുടെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ നടക്കുന്ന ആ ഒരു മോഡിൽ രൺബീർ കപൂർ നടക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരട്ടെ. എന്താണെങ്കിലും ഞാൻ പോയി ബാക്കി ലൈവ് കാണട്ടെ, എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്.